നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. കുംഭമേളയിലെ വൈറൽ താരത്തെ കേരള പോലീസും കേരളത്തിലെ ഏതൊക്കെയോ നിഗൂഢ ശക്തികളും ചേർന്ന് ഇപ്പോൾ സംരക്ഷിക്കുകയാണ്. ഇപ്പോൾ മധ്യപ്രദേശ് പോലീസിൽ ഒരു കേസ് വരുന്നു, മാൻ മിസ്സിംഗ് കേസ്, ഒപ്പം പോക്സോ ചാർജ് ചെയ്ത കേസ്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു കേസിലൊരു സംശയം തോന്നിയാൽ ഈ പെൺകുട്ടിയെ ആദ്യം ഏതെങ്കിലും അഭയകേന്ദ്രത്തിലേക്ക് മാറ്റുകയും അതിനുശേഷമാണ് അതിന്റെ കോടതിയും കേസും കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ എന്നാണ് സാധാരണ പോലീസിന്റെ ഒരു നിഗമനം, അല്ലെങ്കിൽ നടക്കുന്ന അങ്ങനെയാണ്, തെളിയിച്ചു കൊണ്ടുവരട്ടെ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ കേരള പോലീസ് ഈ ഫർമാനൊപ്പം തന്നെ ഈ വൈറൽ പെൺകുട്ടിയെ ഏതോ കേന്ദ്രത്തിൽ സംരക്ഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യത്തിൽ എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്? ഇത് ശരിയായ ഒരു കാര്യമാണോ? ശരിക്കും മധ്യപ്രദേശിലെ പോലീസിന്റെ ഇപ്പോഴത്തെ വിചാരം കേരളം എന്നാൽ മറ്റൊരു രാജ്യമാണെന്നാണ്. കാരണം അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു. അവർ FIR ഇട്ടു. പെൺകുട്ടി അച്ഛന്റെ പരാതി പ്രകാരം അവിടെ ഒരു FIR ഇട്ടു. അവർ FIR ഇട്ടത് മാത്രമല്ല, അദ്ദേഹം പറയുന്നു ആ കുട്ടിക്ക് 16 വയസ്സായുള്ളൂ. അപ്പോൾ തന്നെ അവർ ആ ആശുപത്രി രേഖകൾ, സൗരാഷ്ട്ര ആശുപത്രിയിലെ രേഖകൾ പരിശോധിച്ചു. 34 മാസം ക്യാരി ചെയ്താണ് അമ്മ ലത എന്ന അമ്മ കുട്ടിയെ പ്രസവിച്ചത്. അത് 2009 ഇന്ന തീയതിയിലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കുട്ടിക്ക് 16 വയസ്സും നിസ്സാര മാസം. അത് ചിലപ്പോൾ ശരിയാവാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് അറിയാം, ഈ കുംഭമേളയിൽ കുട്ടി വൈറലായപ്പോഴേ 16 വയസ്സുകാരിയാണെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും 6 മാസത്തിനിടയിൽ ഈ പെൺകുട്ടിക്ക് 2 വയസ്സ് കൂടില്ല. അപ്പൊ ഏതായാലും ആ പറയുന്നതിൽ ഒരു സത്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോ രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ ഈ പെൺകുട്ടിയുടെ അനിയന്റെ രേഖകളാണ് ഹാജരാക്കിയിരിക്കുന്നത്. തരത്തിലുള്ള വാദങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. ഏതായാലും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു പോലീസിലേക്ക് എത്തിയാൽ കേരള പോലീസ് തീരെ സഹകരിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അതെ, കേരള പോലീസ് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. അതും സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവർ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലേക്ക് എത്തിയപ്പോഴേക്കും കൊച്ചിയിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഫർമാൻ ഖാന്റെ മൊഴിയെടുക്കണം. കാരണം പ്രതിയായിട്ട് അവർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഫർമാന്റെ പേരാണ്. പെൺകുട്ടിയാണെങ്കിൽ ഹിന്ദു പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ അവർക്ക് വളരെ SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരവും കേസുണ്ട്. കാരണം അത് വളരെ ഗൗരവപരമായ കാര്യമാണ്. പോക്സോ, SC/ST അട്രോസിറ്റി ആക്ട്, ഇതെല്ലാം വരുമ്പോൾ ഈ കേസിന് ഗൗരവം കൂടുകയാണ്. തട്ടിക്കൊണ്ടുപോകലാണ്, നശിപ്പിക്കൽ, പിന്നെ ഇരയെ സംരക്ഷിക്കൽ, പൂഴ്ത്തി വെക്കൽ, അങ്ങനെ ഒരുപാട് വകുപ്പുകളുണ്ട്. അങ്ങനെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ എന്നിട്ടും കേരളത്തിൽ വരുമ്പോഴത്തേക്കും കൊച്ചി സിറ്റി കമ്മീഷനാണ് പറയുന്നത് ഫർമാന്റെ മാത്രമാണ്, പെൺകുട്ടിയുടെ അല്ല. പെൺകുട്ടി എവിടെ? ആദ്യം നമുക്ക് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഈ പെൺകുട്ടി ആദ്യം തന്നെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടതാണ്. കാരണം 16 വയസ്സ് തികയാത്ത എന്തായാലും ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. എന്താണെങ്കിലും ഒന്നുകിൽ വീട്ടുകാരുടെ പ്രശ്നം, അല്ലെങ്കിൽ ഈ ഫർമാനുമായി ബന്ധപ്പെട്ട പ്രശ്നം, പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നം അവിടെ നിലനിൽക്കുമ്പോൾ തീർച്ചയായും കേരളത്തിലെ പോലീസ് ചെയ്യേണ്ടത് ഈ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിക്കൊണ്ട് കേസിന്റെ വഴിക്ക് നടക്കട്ടെ. CPM-ന്റെ അഭയകേന്ദ്രത്തിലേക്കാണ് മാറ്റിയത്. അപ്പം സർക്കാർ കരുതുന്നത് അഭയകേന്ദ്രം വന്നാൽ CPM-ന്റെ അവിടുത്തെ ലോക്കൽ നേതാക്കളുടെ താങ്ങും തണലിലും. ലോക്കൽ നേതാക്കളുടെ ഒന്നും പറയാൻ കഴിയില്ല. എന്താണെന്ന് അറിയാമോ, ഈ കൊച്ചിയിലുണ്ടെന്നാണ് വിവരം. ഇവർ താമസിക്കുന്ന കോട്ടയത്താണ്. ഈ കോട്ടയത്ത് താമസിക്കുന്ന ആൾക്കാർ, കോട്ടയത്തെ അഡ്രസ്സാണ് ഈ കോടതിയിൽ കൊടുത്തിരിക്കുന്ന രേഖകളിൽ കോട്ടയത്തെ ഒരു അഡ്രസ്സാണ്. അവിടെ നിന്നും കൊച്ചിയിലെത്തി കൊച്ചിയിലെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കേസ് കൊടുക്കേണ്ട സാഹചര്യം അറിയില്ല. ഒന്നാമത്തെ കാര്യം, ജൂറിസ്ഡിക്ഷൻ അവിടെ നിൽക്കില്ല. ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ആയിരിക്കാം. പക്ഷെ എങ്കിലും ജൂറിസ്ഡിക്ഷൻ അവിടെ നിൽക്കില്ല. നിയമപരമായി അത് തെറ്റാണ്. കാരണം കോട്ടയമാണ് ജൂറിസ്ഡിക്ഷൻ വരുന്നത്. അപ്പൊ കോട്ടയത്ത് ഹാജരാക്കിയിട്ടില്ല. സാധാരണഗതിയിൽ കോട്ടയത്ത് കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം, അല്ലെങ്കിൽ കോട്ടയത്ത് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി കഴിഞ്ഞ ശേഷമാണ് ഹൈക്കോടതിയിലേക്ക് പോകേണ്ടത്. നിയമപ്രകാരം അങ്ങനെയാണ്. പക്ഷെ ഇതെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കിട്ടുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു നോട്ട് ടു അറസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. ഈ നോട്ട് ടു അറസ്റ്റ് ഫർമാന് മാത്രമാണ്. ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയല്ല. അവർക്ക് വേണമെങ്കിൽ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കാം മധ്യപ്രദേശ് പോലീസിന്. ഇപ്പൊ ഒരു വ്യക്തിയെ ഒരാൾ കസ്റ്റഡിയിൽ എടുത്തോണ്ട് പോയി എന്ന് വെച്ചിട്ട് അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത് പിന്നത്തെ കാര്യം. അതിൽ ശരിയുണ്ടെങ്കിൽ പോലീസാണ്, നിയമമാണ്. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരിക്കലും ആ പെൺകുട്ടിയെ പോലീസുകാർക്ക് മാറ്റാൻ കഴിയില്ല. മധ്യപ്രദേശ് പോലീസ് ഇവിടെ നിന്നും കസ്റ്റഡിയിൽ എടുത്തോണ്ട് പോകുന്ന പെൺകുട്ടിയെ ഇവിടെ മാറ്റാൻ കഴിയും. ഇവിടുത്തെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം മാത്രമേ കൊണ്ടുപോകാനും കഴിയുള്ളൂ. ഇപ്പൊ ഇവിടുന്ന് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടിരിക്കട്ടെ, ഈ പെൺകുട്ടി ഇവിടെ കോടതിയിൽ ഹാജരാക്കണം. കോടതിയിൽ ഹാജരാക്കിയ ശേഷം മധ്യപ്രദേശിലെ കോടതിയിൽ ഹാജരാക്കാൻ ഇവിടുന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്തിനാണ് ഈ ഒളിപ്പിച്ച് വെക്കുന്നത്? അവിടെയാണ് സംശയം ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, കൊച്ചി നമുക്കറിയാമല്ലോ. കൊച്ചി കേന്ദ്രീകരിച്ച് നോക്കുകയാണെങ്കിൽ പെരുമ്പാവൂരും ആലുവ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പറയപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ളവരുടെ ചില ഒളിത്താവളങ്ങളും കേന്ദ്രങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. കുട്ടി എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പോലീസ് സംഘത്തിന് അവർക്ക് അറിയില്ല. അവർ നിസ്സഹായരാണ്.
പക്ഷെ അവർ നിസ്സഹായരാണെന്ന് ചിന്തിക്കേണ്ട. അവർ ചില അന്വേഷണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് അവർ ചില അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എന്നാണ്. അതായത് ഈ ഫർമാനെ ആരാണ് കേരളത്തിൽ എത്തിച്ചത്, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമ സീരിയലോ എന്തോ ഷോർട്ട് ഫിലിമോ എന്തോ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാണെന്ന് പറയുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ചില കാര്യങ്ങൾ, അവരെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ, അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നീങ്ങുന്നുണ്ട്. അതായത് ഏതായാലും കോടതിയിൽ മിക്കവാറും തിങ്കളാഴ്ച കോടതിയിലേക്ക് ചിലപ്പോൾ ഇവർ വരാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മധ്യപ്രദേശ് പോലീസ് കോടതിയോട് ആവശ്യപ്പെടുവാനുള്ള സാധ്യത, അവിടെ ചെന്ന് ഇങ്ങനെ ഈ പോലീസ് സഹായം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും കേരള പോലീസിന് സഹായം ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇത് മറച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ കാണിക്കാതിരിക്കുന്നത് ഇതിൽ സംഭവിച്ച കാര്യങ്ങൾ തെറ്റാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഉന്നതർക്കുള്ള പങ്ക് ഇതിൽ നിന്ന് പുറത്തു വരരുത്. കേരള പോലീസ് അന്വേഷിച്ചില്ലെങ്കിലും മധ്യപ്രദേശ് പോലീസ് അന്വേഷിക്കും. അതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇത് പുറത്തു വരരുത് എന്നുള്ളത് കൊണ്ടും ഇവർ കേസിൽ പ്രതിയാകരുത് എന്നുള്ളത് കൊണ്ടുമായിരിക്കും ഒരു പക്ഷേ ഇത്രയധികം സംരക്ഷണം ഇവർ നൽകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ പോലീസ് കേരളത്തിൽ എവിടെയുണ്ടെങ്കിലും ഇപ്പം മദനിയുടെ കാലത്ത് നമ്മൾ കണ്ടാണ്, മാദനി ഇങ്ങനെയായിരുന്നു. മാദനിയെ തടഞ്ഞു വെച്ച് എത്രയോ ദിവസങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 10-15 ദിവസത്തിന് ശേഷമാണ് ഒരു ദിവസം ബാംഗ്ലൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തോണ്ട് പോയി. അവർ നോക്കി, പരമാവധി അവർ നോക്കി, എല്ലാ മാർഗങ്ങളെല്ലാം നോക്കി പരാജയപ്പെട്ടപ്പോൾ ബാംഗ്ലൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തോണ്ട് പോയി എന്നാണ്. തൽക്കാലത്തേക്ക് നമ്മുടെ കേരള പോലീസിന്റെ കണ്ണിൽ, അല്ലെങ്കിൽ മധ്യപ്രദേശ് പോലീസിന്റെ കണ്ണിൽ ഇതൊരു തീവ്രവാദ ആസ്പെക്ട് അല്ല അവർ വരുന്നത്. തട്ടിക്കൊണ്ടുപോയി ഒരു അച്ഛൻ മകളെ കാണാനില്ല എന്ന് പറയുന്നു. ആ കുട്ടി ഒരു പട്ടികജാതി ഹിന്ദു വർഗ വിഭാഗക്കാരിയാണ്. അപ്പോൾ അന്വേഷണം വരും. അതെ, വരും. ഇതിപ്പോ NIA അടക്കം ചിലപ്പോൾ അന്വേഷിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ അഖില ഹാദിയൊക്കെ മാറ്റി കൊണ്ടുപോയതുപോലെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ഏതോ കോണുകളിൽ നിന്ന് ചെയ്തു കൊടുത്തതുപോലെ ഏതോ സഹായങ്ങൾ ആലോചിച്ച് നോക്കൂ. മഹാരാഷ്ട്ര സ്വദേശിയായ ഒരാൾ UP-യിൽ വൈറലായ മധ്യപ്രദേശ് സ്വദേശിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നു. അതും കേരളത്തിൽ കൊണ്ടുവന്ന് വിവാഹം കഴിക്കുന്നു. സത്യത്തിൽ പ്രഥമ ദൃഷ്ടിയാ നോക്കിയാൽ തന്നെ നമ്മൾ സാധാരണക്കാർ ചിന്തിച്ചാൽ പോലും അതിലൊരു എന്തോ കാര്യമുണ്ട് എന്ന് ബോധ്യമാവുകയാണ്. ഇത് കേരളത്തിൽ മാത്രമേ ഇവർക്ക് സുരക്ഷിതരായി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന അവസ്ഥ, അത്തരം ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരെ കേരളത്തിലേക്ക് എത്തിക്കുന്നു. അപ്പൊ കേരളത്തിന് വെളിയിലെങ്ങും ആരും മതം പരിവർത്തനം നടത്തുകയും വേറെ ആരും വിവാഹം കഴിക്കുകയൊന്നും ചെയ്യുന്നില്ലേ? മിശ്ര വിവാഹങ്ങൾ നടക്കുന്നില്ലേ? എത്രയോ മിശ്ര വിവാഹങ്ങൾ എവിടെയെല്ലാം നടക്കുന്നുണ്ട്. ഇത് മാത്രം നടക്കില്ല എന്ന ബോധ്യത്തിൽ എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തിച്ചേരുക? മാത്രമല്ല, ഈ ഫർമാന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കുമ്പോൾ അയാൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് അന്വേഷണ സംഘം. അതാണ്. അപ്പോൾ ആരാണ് ഇയാൾ, എന്താണ് ഇയാൾ, എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ വശീകരിച്ച് കൊണ്ടുവന്നത്, എങ്ങനെയായിരുന്നു ഇതിന്റെ പ്ലാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരാണ് കേരളത്തിലേക്ക് എത്തിച്ചത്? ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതുണ്ട്. ആ അന്വേഷണത്തിന്റെ പരിധി നമുക്കറിയാം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, ഇപ്പോൾ ലെൻസ്കാർട്ടുമായി ബന്ധപ്പെട്ടാണെങ്കിലും TCS-ഉമായി ബന്ധപ്പെട്ടാണെങ്കിലും, വൈറ്റ് കോളർ ടെററിസം, കോളേജുകളിൽ നടക്കുന്ന അക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും, കോളേജിൽ നിന്ന് കുട്ടികളെ മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ ഹോസ്റ്റലുകളിൽ, വലിയ കേന്ദ്രങ്ങളാണ് ഹോസ്റ്റലുകൾ. കേരളത്തിലെ ഈ പറയപ്പെടുന്ന എറണാകുളത്തൊക്കെ താമസിക്കുന്ന കുട്ടികളെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിച്ച് മാത്രം കൊണ്ടുവിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്തരക്കാരുടെ കൈകളിൽ കുട്ടികൾ പെട്ടുപോയാൽ, ഹോസ്റ്റലിൽ താമസിച്ചാൽ പോലും യഥാർത്ഥത്തിൽ ആ കുട്ടിയെ പിന്നെ തിരിച്ചു കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാതാപിതാക്കളും ഒക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്തരം ചില പോക്കറ്റുകളിൽ പെട്ടുപോയി. ഇതിന് ഇപ്പൊ നമ്മൾ പറയുമല്ലോ ലവ് ജിഹാദ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നു, ചിലർ എന്ന് പറയും വർഗീയത പറയാതെ എന്ന്. അതിനും എനിക്ക് ചോദിക്കേണ്ട ഒരു മറുപടി, ഈ ആർഷവിദ്യാ സമാജം എന്ന് പറഞ്ഞ് കേരളത്തിലൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ഫുൾ ടൈമേഴ്സ് ആയിട്ട് പെൺകുട്ടികളുണ്ട്. നമുക്കറിയാം കാസർഗോഡ് സ്വദേശിയായ ശ്രുതി ഭട്ട് അടക്കമുള്ളവർ. അവരൊക്കെ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ മതപരിവർത്തനത്തിന് വിധേയമായ ശേഷം അവർക്ക് യാഥാർത്ഥ്യ ബോധം വന്നപ്പോൾ അവർ സ്വന്തം സത്വത്തിലേക്ക് തിരിച്ചു വന്നവരാണ്. അവരവരുടെ അഭിപ്രായങ്ങൾ, അവർക്ക് പറയാനുള്ളത്, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് തുറന്നു പറയുകയാണ് സമൂഹത്തോട്. അവർ ഒളിഞ്ഞിരുന്നല്ല പ്രവർത്തനം നടത്തുന്നത്, അവർ തുറന്നു പറയുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാവുമ്പോഴും കേരളം പിന്നെയും ചോദിക്കാൻ, എവിടെയാണ് മതപരിവർത്തനം, എവിടെയാണ് ലവ് ജിഹാദ്? ലവ് ജിഹാദ് ഇല്ല. ലവ് ജിഹാദ് ഉണ്ട് എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണം നമ്മുടെ കൺമുമ്പിൽ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു UP-യിലോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ ആൾക്കാർക്ക് ദൃശ്യമാകാത്ത തരത്തിൽ ഒരു പക്ഷേ ടെററിസത്തിന് സ്ത്രീകളെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കിയ, കേരളത്തിലെ നമ്മൾ കണ്ടു മനസ്സിലാക്കിയവരാണ്. അതായത് പ്രൊഫഷണൽ കോളേജിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ അടക്കമുള്ളവരെ മതം മാറ്റി വിവാഹം എന്ന തട്ടിപ്പ് നടത്തി കുറേ ആൾക്കാരെ അത്തരത്തിൽ തട്ടിപ്പ് നടത്തി IS-ലേക്ക് എത്തിക്കുകയും ഇപ്പോൾ അഫ്ഗാൻ ജയിലിലാവുകയും ചെയ്തു. നമ്മൾ നേരിട്ട് കണ്ടതല്ലേ. ബിന്ദു എന്ന് പറയുന്ന കേരളത്തിലെ ഒരു സ്ത്രീ, തിരുവനന്തപുരത്തുള്ള ഒരു അമ്മ, സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ അവർ പറഞ്ഞതും അവർ കരഞ്ഞതും അവർ കിടന്ന് ബഹളം വെച്ചതും നമ്മൾ കണ്ടതല്ലേ. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാൻ കഴിയുക? വീണ്ടും പറയുകയാണ് എങ്ങനെയാണ് ഇല്ലാത്തത്, അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇവിടെ BJP ഉണ്ടാക്കുന്ന നറേറ്റീവാണ്, അല്ലെങ്കിൽ സംഘപരിവാർ ഉണ്ടാക്കുന്ന നറേറ്റീവാണെന്ന് പറയുകയാണ്.
സത്യത്തിൽ ആരെയാണ് തീവ്രവാദികളെ സംരക്ഷിക്കാൻ എന്താണ് കേരളത്തിലെ സർക്കാരിനും കേരളത്തിലെ ബാക്കിയുള്ള ഇടതുപക്ഷ അനുകൂലികൾക്കും ഒക്കെ ഒരു താല്പര്യം? വലതുപക്ഷത്തിനുണ്ട് കേട്ടോ, കോൺഗ്രസിനും ആ ആനുകൂല്യമുണ്ട്. അവർ പോപ്പുലർ ഫ്രണ്ടിന് ഭയങ്കര ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ വോട്ട് ബാങ്കാണ്, സംഘടിത വോട്ട് ബാങ്ക് എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ഓരോ പെൺകുട്ടികളെയും നിങ്ങൾ വിറ്റ് തിന്നാൻ ഒരുങ്ങരുത്. നിങ്ങൾ നിങ്ങൾക്ക് 4 വോട്ട് കിട്ടുന്നതിന് വേണ്ടി കേരളത്തിലെ പെൺകുട്ടികൾക്ക് എന്ത് അപകടം സംഭവിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ലോകത്ത് ഏതെങ്കിലും പെൺകുട്ടി ഇനി വന്നാൽ അവരെ അങ്ങ് നശിപ്പിച്ച സത്യത്തിൽ ഈ പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കുകയായിരുന്നില്ല. എനിക്ക് ഭയങ്കരമായ വെറുപ്പും ദേഷ്യവും ആശങ്കയും ഒക്കെ ഉണ്ട്. ഞാനൊരു പെൺകുട്ടിയുടെ അമ്മയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്നു. കേരള പോലീസിൽ അഭയം തേടിയാലുടൻ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി. അതായത് സ്വന്തം ഒരു റെസ്പോൺസിബിലിറ്റി, യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തകന് വേണ്ട റെസ്പോൺസിബിലിറ്റി എന്താ? നമ്മുടെ വീട്ടിലെ കുട്ടികളെ പോലെ മറ്റുള്ള കുട്ടികളെ കാണേണ്ട ആളല്ലേ പൊതുപ്രവർത്തകൻ. അയാൾ യഥാർത്ഥത്തിലായി മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി പറഞ്ഞ് അവിടേക്ക് മനസ്സിലാക്കി വിടാനുള്ള സൗകര്യം ഒരുക്കേണ്ടതിന് പകരം ഇവിടെ വലിയ വിവാഹമാമാമെന്ന് കാണിച്ചുകൊണ്ട് ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് 10 സംഘടിത വോട്ടിന് വേണ്ടി, തെരഞ്ഞെടുപ്പ് അടുത്ത സമയമായിരുന്നു, അതുകൊണ്ട് 10 വോട്ടിന് വേണ്ടി ഒരു പെൺകുട്ടിയുടെ ഭാവി തന്നെ ഇല്ലാതാക്കുക, അതിന്റെ ജീവിതം തന്നെ അവതാളത്തിലല്ലേ. ശരിക്കും ഇവർ ഈ കേരള സ്റ്റോറി 2-നെതിരെ റീൽ ഉണ്ടാക്കുകയായിരുന്നു. അതെ, ഒന്ന് ആലോചിച്ചു. ആ പെൺകുട്ടിയെ വെച്ച് റീൽ ഉണ്ടാക്കി ആ പെൺകുട്ടിയുടെ ചെയ്ത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ചെയ്ത അങ്ങേയറ്റത്തെ തെമ്മാടിത്തരമാണെന്ന് പറയും. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്ന ആളല്ല, പക്ഷേ പ്രചരണത്തിൽ ഉപയോഗിച്ചതാണ്. അതിനോട് റീൽ ഉണ്ടാക്കിയതാ. എന്തായി? അടുത്ത ദിവസം തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് പോക്സോ കോടതിയിലേക്ക് ഒരു ഹർജി വരിക. നാഗരാജ് അതിൽ 6 പേർ പ്രതികളാണ്. നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ, മന്ത്രി ശിവൻകുട്ടി, DYFI നേതാവ് ARMP, പിന്നെ ഈ ഫർമാൻ ഖാൻ, പിന്നെ ഈ അരമാനൂർ നയനാ ക്ഷേത്രത്തിലെ സെക്രട്ടറി പ്രസിഡന്റ്. ഒരു ക്ഷേത്രം നമ്മൾ സാധാരണഗതിയിൽ ഒരു മതവിശ്വാസം, എന്നെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസം എന്നെ നല്ലതിലേക്ക് നയിക്കുന്ന, നവീകരിക്കുന്ന, അല്ലെങ്കിൽ നല്ലതിലേക്ക് നയിക്കുന്ന ഒരു വിശ്വാസമാണ്. അത് തെറ്റ് ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസമാണ്. അതിന് ഒന്നാലോചിച്ചു, ഒരു ക്ഷേത്രം ഭാരവാഹികൾ അവിടെ ഒരു കൃത്യമായ നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുകയാണ്. ആലോചിച്ച് നോക്കൂ. അവർക്ക് ക്ഷേത്രം ഭാരവാഹികൾക്ക് അറിയില്ലേ ഈ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം എങ്ങനെയാണ് വിവാഹം നടത്തേണ്ടതെന്ന് അവർക്ക് അറിയില്ല. ട്രസ്റ്റ് ആണെങ്കിൽ സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റ് ആണെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം മാത്രമേ. അല്ലെങ്കിലും ഏത് ക്ഷേത്രത്തിൽ വിവാഹം നടത്തിയാലും ആ വിവാഹം വാലിഡ് ആവണമെങ്കിൽ 2 പേരും ഹിന്ദു ആചാരപ്രകാരം മിശ്രവിവാഹം നടത്താൻ ഇവിടെ സർക്കാരിന്റെ സംവിധാനങ്ങൾക്ക് മാത്രമേ കഴിയൂ. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിക്കോ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിക്കോ സാധ്യമല്ല. അവിടെ സാധ്യമാകണമെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയൂ. ഇത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കണമെങ്കിൽ 2 പേരും ഹിന്ദുക്കളായിരിക്കണം. അല്ലെങ്കിൽ ഹിന്ദു ആയി എന്ന സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ആര്യ സമാജത്തിൽ പോയി മതം മാറി ഹിന്ദു ആകാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും പോയി മതം മാറി ഫർമാൻ ഹിന്ദു ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ വിവാഹം നടത്താം. പക്ഷെ അതല്ല സംഭവിച്ചിട്ടുള്ളത്. അവിടെ സംഭവിച്ചിട്ടുള്ള ഫർമാൻ മുസ്ലിമായി തന്നെ നിലനിൽക്കുന്നു. ഒരു തട്ടിക്കൂട്ട് കല്യാണം നടത്താൻ ഒരു ക്ഷേത്രത്തിൽ ഇപ്പൊ ക്ഷേത്രങ്ങളൊക്കെ അത് മാറിയിട്ടുണ്ട് കേട്ടോ. ഈ അടുത്ത കാലങ്ങളിലായി ചില വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തെ അപ്രോച്ച് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും അച്ഛന്റെ ID കാർഡ് അടക്കം നമ്മുടെ രക്ഷിതാവാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അടക്കം ഇപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആറ്റുകാലിലും ശംഖുമുഖത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം വിവാഹം നടക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഈ വിവാഹത്തിന്റെ വ്യവസ്ഥകൾ വളരെ കർശനമാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഇത്തരത്തിലൊരു വിവാഹം നടന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ. ആരാണ് ഈ ക്ഷേത്ര ഭാരവാഹികളെ ചോദ്യം ചെയ്യണം. കാരണം ആരാണ് ഈ കല്യാണത്തിന് മുൻകൈ എടുത്തത്? അതെ, പോലീസിൽ അഭയം തേടി എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പോലീസിൽ അഭയം തേടി എന്ന് പറയുമ്പോൾ 4 ദിവസങ്ങൾക്ക് മുമ്പ് ആ അഭയം തേടിയ ദിവസത്തിന് തന്നെ വിവാഹം നടത്തി. അപ്പൊ 4 ദിവസത്തിന് മുമ്പാണ് വിവാഹത്തിന് ഉള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. അപ്പോൾ തന്നെ അതിലൊരു വലിയ പ്രതിസന്ധിയുണ്ട്, ഒരു വലിയ ദുരൂഹതയുണ്ട്. ഈ 4 ദിവസത്തിനിടയിൽ ആരാണ് ഇവരെ അപ്രോച്ച് ചെയ്തത്? തലേ ദിവസം MP രാജേഷുമായി ഒരു ഏതോ ചടങ്ങിൽ വെച്ച്, വിവാഹമാണോ എന്നറിയില്ല, ഏതോ ഒരു ചടങ്ങിൽ വെച്ച് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ചടങ്ങാണോ ഏതൊരു ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. ചടങ്ങാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ വൈറൽ പെൺകുട്ടി കാണാൻ ചെന്നതാണെങ്കിൽ തീർച്ചയായും എന്നെ കാണാൻ വന്നു എന്ന് പറഞ്ഞിട്ട് MP രാജേഷ് ഫോട്ടോ ഇടാം, മാധ്യമങ്ങൾ വാർത്ത വെച്ചു. പക്ഷെ അതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ എന്താണ് ഇതിലെ ദുരൂഹത എന്നുള്ളത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അതിലൊരു ക്ലാരിറ്റി വരുത്തണം. ഈ മധ്യപ്രദേശ് പോലീസ് ഇവിടെ കേരളത്തിൽ വന്നാൽ ഞങ്ങളുടെ പ്രതികളെ വിട്ടുതരില്ല, ഇവിടെ ഒരു കേസിൽപ്പെട്ട പ്രതികളെ വിട്ടുതരില്ല എന്ന് പറഞ്ഞാൽ നാളെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അതും അവർക്കും ബാധകമാണ്. ഇത് ശരിക്കും ക്ലൈമാക്സിൽ നടക്കേണ്ട വിവാഹ ചടങ്ങ്, ഈ വിവാഹ ചടങ്ങ് 4 ദിവസം പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് 4 ദിവസം മുമ്പ് പ്ലാൻ ചെയ്യുന്നു. ഈ ക്ലൈമാക്സ് ആദ്യമേ ഷൂട്ട് ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ അച്ഛനെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ഈ പെൺകുട്ടി
പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നു, പിന്നീട് പാർട്ടി നേതാക്കൾ ഇടപെടുന്നു, വിവാഹം നേരെ ക്ഷേത്രത്തിൽ കൊണ്ട് നടത്തുന്നു. എന്നിട്ട് പറഞ്ഞ എന്താണ് ഇപ്പൊ പറയുന്നത്? ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ നടത്തിയതല്ല, ഞങ്ങൾ പോയതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് വിവാഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ നൽകിയ ആ വിവാഹ സർട്ടിഫിക്കറ്റും വ്യാജമാണ്. ആണ്. അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ വിവാഹത്തിന് സാധ്യതയില്ല. ഒന്നാമത്തെ കാര്യം, ക്ഷേത്രം കൊടുത്ത സർട്ടിഫിക്കറ്റിന് സാധ്യതയില്ല. പിന്നെ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ഒക്കെ ഈ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. സ്പെഷ്യൽ മാരേജ് ആക്ട് ആണ് 1.5 മാസത്തെ താമസമുണ്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ. അപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് അല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിറ്റേ ദിവസം തന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്ന അവരുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുന്നുണ്ട്, അതിന്റെ രേഖകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് മൊത്തത്തിൽ വ്യാജമാണ്. കല്യാണം വ്യാജമാണ്, കല്യാണ രേഖ വ്യാജമാണ്. പിന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് ഇല്ലാതെ എങ്ങനെ ഈ വിവാഹം രജിസ്റ്റർ ചെയ്തു? ഈ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ എത്തുമ്പോൾ ഒരു ഹിന്ദുവിനും ഒരു മുസ്ലിമിനും അവിടെ വിവാഹം കഴിച്ചാൽ, ക്ഷേത്രത്തിൽ വിവാഹം കഴിച്ചാൽ വാലിഡ് അല്ലെന്ന് ഈ അധികാരികൾക്കറിയാം. അതായത് വിവാഹ രജിസ്ട്രേഷൻ നടത്തിയവർക്ക് ഡെത്തും അതുപോലെ തന്നെ പിന്നെ ബർത്തും രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അതിന്റെ വ്യവസ്ഥകൾ അറിയാം. ഡെത്ത്, ബർത്ത്, കല്യാണം ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അത് അവർക്കറിയാം. അപ്പൊ അതും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. കാരണം എല്ലാ വകുപ്പുകളും, പോലീസ്, രജിസ്ട്രേഷൻ, അങ്ങനെ എല്ലാ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണമാണ് അതിന്റെ കീഴിലായിരിക്കും. അപ്പോൾ ഈ എല്ലാ വകുപ്പുകളും അവരുടെ പവർ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ദുരുപയോഗം തദ്ദേശ വകുപ്പിൽ ഈ വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 2 സാക്ഷികൾ ഒപ്പിടണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ഫർമാൻ എന്ന് പറയുന്ന ഒരാൾക്ക് കേരളത്തിൽ ഇത്രയും കാര്യങ്ങൾ സാധ്യമാകണമെങ്കിൽ നമുക്ക് പോലും ഒരു പക്ഷേ ഇത്രയും പെട്ടെന്ന് സാധ്യമാകില്ലെന്നേ. അപ്പൊ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ഒരാൾക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും കാര്യങ്ങൾ സാധ്യമാകണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ വ്യക്തമായ അജണ്ടയുണ്ട്. ഫർമാന് പിന്നിൽ ആളുണ്ട്, ഫർമാനെ സംരക്ഷിക്കാൻ ആളുണ്ട്. അപ്പോ അത് പോപ്പുലർ ഫ്രണ്ട് ആണോ, CPM ആണോ? CPM ആണെങ്കിൽ എന്താണ് അവരുടെ ലക്ഷ്യം? പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിൽ എന്താണ് അവരുടെ ലക്ഷ്യം? അതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. രാഹുൽ ഈശ്വറിനെ ഇത്തരം കാര്യങ്ങളിൽ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോ രാഹുൽ ഈശ്വർ ഇടക്കാലത്ത് ഈ പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ കുറച്ച് അക്സെപ്റ്റൻസ് ഒക്കെ ഉണ്ടാക്കി. ആദ്യ കാലഘട്ടങ്ങളിൽ കടുത്ത ഹിന്ദുത്വം പറയുകയും അതിനുശേഷം ഹിന്ദുത്വത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ശബരിമല ഇഷ്യൂ വരുമ്പോൾ മാത്രം ഹിന്ദു ആവുകയും അതിനുശേഷം ഇത്തരം ഇഷ്യൂ വരുമ്പോൾ ഇത് പോപ്പുലർ ഫ്രണ്ടിനും മറ്റുള്ളവർക്കും ഒക്കെ അനുകൂലമാകും. രാഹുൽ ഈശ്വർ ഇത് അറിയാത്ത ആളൊന്നുമല്ല. രാഹുൽ ഈശ്വറിന് ഇത് തെറ്റിദ്ധാരണയുമല്ല. നമുക്ക് സാധാരണഗതി ചിലർക്ക് ഇത് മനസ്സിലാവില്ല എന്ന് പറയാം. പക്ഷെ രാഹുൽ ഈശ്വറിന് ഇതെല്ലാം അറിയുന്ന ആളാണ്. രാഹുൽ ഈശ്വറിന് ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ആളാണ്. രാഹുൽ ഈശ്വറിനോട് ചോദിക്കുകയാണ്, ഈ അഖില ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയെ രാഹുൽ ഈശ്വർ ആണല്ലോ അവിടുന്ന് കടത്തി കൊടുക്കാൻ സഹായിച്ചത്. രാഹുൽ ഈശ്വർ ആ പെൺകുട്ടിയെ ഒന്ന് പിന്നീട് ഒരു ദിവസം ഒരു പത്രസമ്മേളനം നടത്തുക പെൺകുട്ടിയെ വെച്ച്. ആ പെൺകുട്ടി എവിടെ, എങ്ങനെയാണ് പെൺകുട്ടിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒന്നാലോചിച്ച് 1.5 കോടി രൂപയോളം മുടക്കി സുപ്രീം കോടതിയിൽ വരെ കേസ് നടത്തിയ ഷെഫിൻ ജഹാൻ ഒരു ദിവസം അപ്രത്യക്ഷനാകുന്നു. ആ പെൺകുട്ടിയെ വേറൊരു കൈമാറ്റം ചെയ്യപ്പെടുന്നു, വേറൊരാളിലേക്ക് വരുന്നു, അയാൾ ഭർത്താവാണെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ മാതാപിതാക്കളല്ലേ വിവാഹം നടത്തേണ്ടത്? ഈ ഒരു വിവാഹം പരാജയപ്പെട്ടു, ശരി, വിവാഹം പരാജയപ്പെടുന്ന വലിയ തെറ്റൊന്നുമല്ല. വിവാഹം പരാജയപ്പെടും, പലർക്ക് ചിലപ്പോൾ പരാജയപ്പെടും. ശരി, പരാജയപ്പെട്ടാൽ വീട്ടുകാരുമായി ആലോചിച്ചല്ലേ അടുത്ത വിവാഹം നടക്കേണ്ടത്. ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി അങ്ങ് തീറെഴുതി കൊടുത്തു പെൺകുട്ടിയെ. ആ പെൺകുട്ടിയെ വീണ്ടും വേറൊരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണ്. മാതാപിതാക്കളുമായി ഒരിക്കലും മാതാപിതാക്കൾ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അവസാന നിമിഷം വരെ ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോഴും അശോകനും പൊന്നമ്മയും അവരുടെ മകളെ അവർക്ക് വേണമെന്നാണ് പറയുന്നത്. ഇപ്പൊ ചില കല്യാണങ്ങളൊക്കെ നടന്ന മാതാപിതാക്കൾ ഉപേക്ഷിക്കും. അങ്ങനത്തെ ആൾക്കാരെ ഏറ്റെടുത്ത് സംഘടന കല്യാണം കഴിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഈ മുസ്ലിങ്ങൾ ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് വിട്ടുകൊടുക്കാത്തത്? ഈ പെൺകുട്ടിയെ കാണാൻ ആരെങ്കിലും 4-5 പേരുള്ളപ്പോൾ മാത്രമേ പെൺകുട്ടിയോട് സംസാരിക്കാൻ കഴിയുള്ളൂ എന്നാണ് അശോകനും ഒക്കെ പറയുന്നത്. അമ്മ മരിച്ചിട്ട്, പൊന്നമ്മ മരിച്ചിട്ട് അവിടേക്ക് എത്താൻ കഴിയുന്നില്ല. ഇതൊക്കെ ആരെ പറഞ്ഞാണ് നിങ്ങൾ വിശ്വസിപ്പിക്കുക? ഈ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഉത്തരം പറയാൻ കേരളത്തിലെ ഇപ്പൊ രാഹുൽ ഈശ്വർ വളരെ മോശപ്പെട്ട കാര്യമാണ് ചെയ്തത്. രാഹുൽ ഈശ്വർ പറഞ്ഞൊരു വാചകമുണ്ട്, പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ പറഞ്ഞത് എനിക്ക് 2 ആൺകുട്ടികളാണ് എന്നുള്ളതാണ്. അതായത് അയാൾക്ക് ആൺകുട്ടികൾ ഉള്ളതുകൊണ്ട് അവർക്ക് 2 ആൺകുട്ടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റേത് പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല എന്നാണോ? ആണെങ്കിൽ ഈ ആൺകുട്ടികളും മതി. രാഹുൽ ഈശ്വർ ചെയ്യുന്നത് കടുത്ത ദ്രോഹമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് അമ്മമാരുടെ കണ്ണുനീര് ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വറിനെ തലയിലേക്കാണ് വീഴുന്നതെന്ന് ഉത്തമ ബോധ്യം രാഹുൽ ഈശ്വറിന് വേണം. ഒരുപാട് കുഞ്ഞുങ്ങളെ ഇപ്പൊ അമ്മമാർക്കറിയാം, അമ്മമാർക്ക് ഉണ്ടാവുന്ന വിഷമം മറ്റൊരാൾക്ക് ഉണ്ടാവില്ല. തങ്ങളുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്ന ആ അവസ്ഥ, ഒരമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഒരു മകളെ വളർത്തിയെടുക്കുന്നത്. ആ വളർത്തിയെടുത്ത് ഒരു 16-17 വയസ്സാകുമ്പോഴത്തെ ആ പെൺകുട്ടി ആരെങ്കിലും ഒരുത്തൻ വന്ന് കയ്യും കാലും കാണിച്ച് പ്രേമമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ കുറിച്ച് ജീവിതകാലം മുഴുവൻ ആദ്യം പിടിച്ചായിരിക്കില്ലേ പൊന്നമ്മ മരിച്ചിട്ടുണ്ടാവുക? എനിക്കൊരു ബന്ധവുമില്ല, ഞാൻ കണ്ടിട്ടില്ല, അഖില ഹാദിയെ കണ്ടിട്ടില്ല, പൊന്നമ്മയെ കണ്ടിട്ടില്ല, അശോകനെ കണ്ടിട്ടില്ല. പക്ഷെ എന്നും എനിക്ക് ഭയങ്കര സങ്കടമാണ് ഈ പെൺകുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ. കാരണം
ഈ പെൺകുട്ടിക്ക് പ്രശ്നമുണ്ടായി, പെൺകുട്ടി കൈമറിഞ്ഞു പോയി, പക്ഷെ പെൺകുട്ടിയുടെ ജീവിതത്തിന് ഒരു സേഫ്റ്റിയും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇനിയുള്ളത് ആകെയുള്ള അവളുടെ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത് അവളുടെ അച്ഛനാണ്. എന്തെങ്കിലും ചോദിക്കാനും പറയാനും കഴിയുന്നത്. അച്ഛന്റെ കാലം കൂടി കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അവസ്ഥ എന്താകും? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര വിഷമമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ എപ്പോഴും ഇരുന്ന് ആലോചിക്കുക, ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താകും, അതിനൊരു സേഫ്റ്റി അല്ലെങ്കിൽ ആ പെൺകുട്ടി നാളെ IS എത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ അശോകനും കൂടി പോയി കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ മതം മാറ്റി, ഇപ്പൊ തന്നെ ഓൾറെഡി മതം മാറ്റിയിട്ടുണ്ട്, ആ പെൺകുട്ടിയുടെ പേര് മാറ്റി ആ പെൺകുട്ടിയെ വേറൊരു പാസ്പോർട്ട് എടുത്ത് എവിടോട്ടെങ്കിലും ഒക്കെ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ലേ? യഥാർത്ഥത്തിൽ ആലോചിച്ചു. ഇപ്പൊ അമ്മയുടെ അടുത്ത്, അമ്മ മരിച്ചിട്ട് എവിടേക്ക് പോകാൻ സമ്മതിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെന്തും ഈ ഭൂമിയിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും മാതാപിതാക്കൾ മരിക്കുമ്പോൾ വീട്ടിൽ കയറാൻ പോലും സാധിപ്പിക്കാത്ത ചില അച്ഛനൊക്കെ, ചില അച്ഛന്മാരൊക്കെ ഭയങ്കര പ്രശ്നം, അച്ഛനും അമ്മയൊക്കെ പ്രശ്നം ഉണ്ടാകും. പക്ഷെ മരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും കാണില്ലേ? ആ സമയത്ത് വന്ന് ആരും ഒന്നും പറയില്ല. മരണത്തിനും വിവാഹത്തിനും കല്യാണത്തിനും ഒന്നും ആരും അവിടെ ബഹളം ഉണ്ടാക്കാനോ വന്നതുകൊണ്ട് അടിച്ചിറക്കി വിടുകയൊന്നുമില്ല. പക്ഷേ ആ പെൺകുട്ടിയെ, അമ്മയെ കാണാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ തട്ടിക്കൊണ്ടുപോകും. അതേ അവസ്ഥയാണ് ഈ പെൺകുട്ടിക്ക്. പെൺകുട്ടി എവിടെ? ആദ്യം കേരളത്തിലെ പോലീസ് പറയേണ്ട പെൺകുട്ടി എവിടെ? പോലീസിന് പറയാലോ. കേരളത്തിലെ പോലീസ് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പെൺകുട്ടിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒന്നും അറിയാത്ത കുട്ടികളാണെന്നേ. എനിക്കതാണ് സങ്കടം. വിവരവും ബോധവുമുള്ള, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാവുന്ന, സ്വന്തമായിട്ട് എന്ത് വന്നാലും സാരമില്ലെന്ന് പറഞ്ഞ പെൺകുട്ടികളൊക്കെ നിങ്ങൾ കൊണ്ടുപോകും. അതിന് ആർക്കും ഇവിടെ പ്രശ്നമില്ല. അവര് ഒരു അറിവുണ്ടായിട്ടും ചെന്നുപെടുന്നതാണ്. അറിവില്ലാത്ത ചെറിയ കുട്ടികളാണ്. കുടകിലൊരു സൂപ്പർ ഷെറിനെ കുടുങ്ങി എന്ന് പറഞ്ഞിട്ട് എന്ത് ബഹളം ഉണ്ടാക്കിയത്? ഹാലിളകിയ പോലീസാണ്. എന്ന് ഒരു പെൺകുട്ടിക്ക് വേണ്ടി, അതാ പെൺകുട്ടിയുടെ അവളെ അഹങ്കാരത്തിന് പോയതാണ്. ആ പെൺകുട്ടി അത് പോയതും അതിലും വലിയ ദുരൂഹതയുണ്ട്. ആ 4 ദിവസം ഒരു കുഴപ്പവും ഇല്ലാതെ ഞാൻ അവിടെ ഇരുന്നു. എന്റെ കാലിന് വേദന എടുത്തുകൊണ്ട് വനത്തിനുള്ളിൽ അവിടെ തുടരാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം തുണി നനഞ്ഞതുകൊണ്ട് അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിലും ദുരൂഹതയുണ്ട്. അതുപോലെ മാവോയിസ്റ്റുകളുമായി വല്ല ബന്ധമുണ്ടായിട്ട് മാവോയിസ്റ്റുകളുടെ ക്ലാസ്സിനെ വല്ലതും പോയതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഒന്നീ മാവോയിസ്റ്റ് അല്ലെങ്കിൽ ഈ സിമി വാഗമൺ ക്യാമ്പുകളൊക്കെ നടന്നതൊക്കെ കാട്ടിലല്ലേ. അത്തരത്തിലുള്ള ഏതെങ്കിലും ക്യാമ്പിന് വല്ലതും പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ അതിപ്പോ അതിന് അന്വേഷണം വരട്ടെ. അതിന് ദുരൂഹതയുണ്ടെന്ന വാദമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഇത് സത്യത്തിൽ ഈ പെൺകുട്ടിയെ, 16 വയസ്സുള്ള കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും അറിയാത്ത പ്രായമാണ് 16 വയസ്സെന്ന് പറയുമ്പോൾ. അത്തരം കുട്ടികളെ വഴിതെറ്റിച്ച് വിടുന്ന, സത്യം പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് പ്രകൃതിയിലും ഈശ്വരനും ഒക്കെയാണ്. സത്യത്തിൽ ഈ ചെയ്യുന്നവർക്കൊക്കെ അതിനുള്ള തിരിച്ചടി ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഈശ്വറിനെ ചെയ്യുന്നത് അങ്ങേയറ്റത്തെ തോന്നിവാസമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ കുട്ടികളെയൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല, പണം കിട്ടുമായിരിക്കും. രാഹുൽ ഈശ്വറിന്റെ വരുമാന സ്രോതസ്സൊക്കെ അന്വേഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു ജോലിയും ഇല്ലാത്ത രാഹുൽ ഈശ്വർ കോടികളുടെ ആസ്തിയുള്ള ഒരാളായി മാറിയിട്ടുണ്ടെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ വരുമാന സ്രോതസ് അടക്കം അന്വേഷിക്കേണ്ടതുണ്ട്. എന്താണ് രാഹുൽ ഈശ്വറിന്റെ പണി? ഇങ്ങനെ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ടാട്ടോ. അല്ലെങ്കിൽ എനിക്ക് രാഹുൽ ഈശ്വറിനോട് അത്ര ദേഷ്യമുള്ള ഒരാളെ ആയിരുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ചില കേസുകളിൽ രാഹുൽ ഈശ്വർ കാണിക്കുന്ന അയാളുടെ നിലപാടിലെ മാറ്റങ്ങൾ, അതാണ് എന്നെ ഇത്ര അസ്വസ്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ സാമ്പത്തിക സ്രോതസ് അടക്കം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്.